ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൂവി റിവ്യൂ അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആടുജീവിതം മൂവി റിലീസായത്. മൂവി റിലീസായതിനു ശേഷം കുറച്ച് കോൺട്രവേഴ്സിയും സംസാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. മൂവി എത്രത്തോളം നന്നായിരുന്നു എന്നും അതുപോലെ തന്നെ ആക്ടിംഗ് വൈസും ഡിറക്ഷൻ വൈസും മൂവി ഏത് പീക്ക് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മൂവിനെ പറ്റിയുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് മുകളിൽ ചെക്കൗട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൂവി റിലീസായതിനു ശേഷം അത് ഓസ്കാർ ലെവലിലേക്കുള്ള പെർഫോമൻസ് ആണെന്നും ഓസ്കാർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒരു സംസാരം ഉയർന്നു വന്നിരുന്നു. എന്താണ് ഓസ്കാർ? ഓസ്കാറിലേക്ക് ഒരു മൂവി നിർദ്ദേശം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഓസ്കാറിൽ ഒരു മൂവി എങ്ങനെയാണ് വിൻ ചെയ്യുന്നത്? അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? എലിജിബിലിറ്റി എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ റിവ്യൂയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഓസ്കാറിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് പറയാം. 1927 ഹോളിവുഡിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റുഡിയോ ആയിരുന്ന MGM സ്റ്റുഡിയോ, അതിൻ്റെ മേധാവിയായിരുന്ന ലൂയി മേയർ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ചൊരു സംഘടനയാണ് ദ അക്കാഡമി. അതിനുശേഷം സിനിമാ മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു പുരസ്കാരം എന്ന രീതിയിൽ തുടങ്ങി വെച്ചാണ് ദ അക്കാഡമി അവാർഡ്. അതാണ് നമ്മൾ ഇന്ന് ഓസ്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അക്കാഡമി എന്ന സംഘടനയിൽ 17ഓളം മേഖലകളുണ്ട്. ഈ 17ഓളം മേഖലകളിലേക്ക് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ മെമ്പർഷിപ്പ് എങ്ങനെ ലഭിക്കും, അല്ലെങ്കിൽ മെമ്പർഷിപ്പിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം പറയാം. രണ്ട് രീതിയിലാണ് ദ അക്കാഡമി വിവിധ വ്യക്തികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അക്കാഡമി നേരിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന വ്യക്തികൾ, അങ്ങനെ നേരിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓസ്കാർ നോമിനി ആയിരിക്കണം. അതായത് നമ്മൾ ഓസ്കാറിലെ 17 മേഖലകളിൽ നിന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ വർക്കിന് അല്ലെങ്കിൽ മൂവിയിലുള്ള നമ്മുടെ വർക്കിന് ഒരു ഓസ്കാർ നോമിനേഷൻ പോയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അക്കാഡമി നേരിട്ട് ദ അക്കാഡമി മെമ്പർഷിപ്പ് നൽകും. രണ്ടാമത്തെ രീതി കുറച്ചും കൂടി ഡിഫറൻറ്റാണ്. 17 മേഖലകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 17 മേഖലകളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് അക്കാഡമിയിൽ അംഗമാവണമെങ്കിൽ അതേ മേഖലയിൽ ഏതെങ്കിലും 2 വ്യക്തികൾ നമ്മളെ സ്പോൺസർ ചെയ്യുകയോ നോമിനേറ്റ് ചെയ്യുകയോ ചെയ്യണം. അതായത് ഞാനൊരു ആക്ടർ മേഖലയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതേ അക്കാഡമിയിലെ ആക്ടർ മേഖലയിലുള്ള 2 പേര് എന്നെ സ്പോൺസർ ചെയ്യുകയോ നോമിനേറ്റ് ചെയ്യുകയോ ചെയ്യണം. ഇതാണ് നമ്മുടെ 2 ക്രൈറ്റീരിയ. ഇത്തരത്തിൽ 2 രീതിയിൽ മാത്രമേ നമുക്ക് ദ അക്കാഡമി മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 10,000-ലധികം, കറക്റ്റ് കണക്ക് നോക്കുവാണെങ്കിൽ 10,500ഓളം വ്യക്തികൾക്ക് ദ അക്കാഡമി മെമ്പർഷിപ്പ് ഉണ്ട്. ഇതൊരു ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. അതായത് ഒരിക്കൽ നമ്മൾ അക്കാഡമിയിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ അക്കാഡമി നമ്മളെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയമേ രാജിവെക്കുകയോ ചെയ്താൽ മാത്രമേ പിന്നീട് നമ്മൾ അക്കാഡമിയിൽ മെമ്പർ ആവാതിരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ഒരു അക്കാഡമിയിൽ മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ഓസ്കാർ അവാർഡ് മുൻപറിഞ്ഞിരുന്നത് അവാർഡ് ഫോർ മെരിറ്റ് ഫോർ ഡിസ്റ്റിങ്റ്റീവ് അച്ചീവ്മെന്റ് എന്ന പേരിലാണ്. 17 മേഖലകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 17 മേഖലകളിലായിട്ട് 24 വിഭാഗങ്ങളിൽ ഓസ്കാർ പുരസ്കാരം നൽകുന്നുണ്ട്. ഈ 24 വിഭാഗങ്ങളിൽ ബിഗ് 5 എന്നറിയപ്പെടുന്ന 5 വിഭാഗങ്ങളുണ്ട്. മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, മികച്ച തിരക്കഥ, മികച്ച സംവിധായകൻ. ഇതൊക്കെയാണ് ബിഗ് 5 എന്നറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് ഓസ്കാറിനെ പറ്റിയുള്ള ആദ്യത്തെ ബേസ് ഇൻഫർമേഷൻ. ഇനി നമുക്ക് ഏത് അടിസ്ഥാനത്തിലാണ് ഓസ്കാർ നോമിനേഷൻ പോകുന്നതെന്നും ഓസ്കാർ കിട്ടുന്നതിനുള്ള ബേസിക് മാനദണ്ഡം എന്തൊക്കെയാണെന്നും അറിഞ്ഞാലോ. അതിലവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ ഓസ്കാറിന് പരിഗണിക്കുന്ന മൂവി അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലെ കൊമേഴ്ഷ്യൽ തിയേറ്ററുകളിൽ ഒരു വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഓടിയിരിക്കണം. അത് ഏതൊക്കെ സ്ഥലമാണെന്ന് നോക്കിയാലോ. ലോസ് ആഞ്ചലസ് കൗണ്ടി, ന്യൂയോർക്ക് സിറ്റി, ബേ ഏരിയ, ഷിക്കാഗോ ഇല്ലിനോയി, മിയാമി ഫ്ലോറിഡ, അറ്റ്ലാന്റ ജോർജിയ. ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ കൊമേഴ്ഷ്യൽ തിയേറ്ററുകളിൽ ഒരു കാലണ്ടർ ഇയറിൽ ഏതെങ്കിലും ഒരു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം. ഒരു ദിവസം 3 ഷോ ഉണ്ടായിരിക്കുകയും വേണം. വൈകുന്നേരം 6 മുതൽ 10 വരെ ഏതെങ്കിലും ഒരു ഷോ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ പറയുന്നൊരു മറ്റൊരു ക്രൈറ്റീരിയ ആണ്, അതിൻ്റെ പിക്ചർ ഫോർമാറ്റ് ഇത്രയായിരിക്കണം, ഫ്രെയിം റേറ്റ് ഇത്രയായിരിക്കണം. പക്ഷേ ഇത് ഷോർട്ട് ഫിലിംസിനോ ഡോക്യുമെന്ററീസിനോ ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഫുൾ ലെങ്ത് മൂവീസിന് മസ്റ്റ് ആയിട്ട് ഒരു പിക്ചർ ഫോർമാറ്റും അതുപോലെ തന്നെ ഒരു ഫ്രെയിം റേറ്റും ഉണ്ടായിരിക്കണം. അത് അവരുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് വരികയും വേണം. ഇത് കൂടാതെ തന്നെ ചെറിയ ചെറിയ മറ്റ് ക്രൈറ്റീരിയകളും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 2 ക്രൈറ്റീരിയയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ വേറൊരു മാർഗമുണ്ട്. ഹോളിവുഡ് മൂവീസ് അല്ലാത്ത മറ്റ് മൂവീസ്, മറ്റ് ഇൻഡസ്ട്രികളിലെ മൂവീസ് അതത് രാജ്യങ്ങളിൽ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രൈറ്റീരിയ ബാധകമല്ല. ഇത്തരത്തിൽ ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് പ്രദർശിപ്പിക്കുന്ന കുറച്ച് മൂവീസ് ഉണ്ടല്ലോ, ആ മൂവീസിൻ്റെ ലിസ്റ്റിനെയാണ് റിമൈൻഡർ ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് റിമൈൻഡർ ലിസ്റ്റിൽ ഒത്തിരി മൂവീസ് ഉണ്ടാകും. ആ മൂവീസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ റിമൈൻഡർ ലിസ്റ്റിൽ വരുന്ന മൂവീസ് അവർ കൃത്യമായി ജഡ്ജ് ചെയ്ത് അതിൽ നിന്ന് 4-5 മൂവീസിനെ സെലക്ട് ചെയ്ത് നോമിനീസ് ആയിട്ട് നമ്മൾ കാണുന്നത്.
ഇനി അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ മികച്ച ഫിലിം തിരഞ്ഞെടുക്കുന്ന ഒരു വോട്ടെടുപ്പ് നടന്നെന്ന് വെച്ചോ. പ്രിഫറൻഷ്യൽ വോട്ടിംഗ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ 17 മേഖലകളുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ സെലക്ട് ചെയ്ത് നോമിനീസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഓരോ മൂവീസിനും ഈ 10,000 മെമ്പേഴ്സും വോട്ട് ചെയ്യും. ഇത്തരത്തിൽ 10,000 മെമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ല ജയിക്കുന്നത്, മറിച്ച് ഏതെങ്കിലും ഒരു മൂവിക്ക് 50 അതിലധികമോ % വോട്ട് കിട്ടിയാൽ മാത്രമേ ആ ഒരു മൂവി ബെസ്റ്റ് മൂവി ആയിട്ട് അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് ആടുജീവിതം മൂവി തന്നെ എടുക്കാം. ആടുജീവിതം ഓസ്കാർ നോമിനേഷന് പോയെന്ന് വെച്ചോ. ഓസ്കാർ നോമിനേഷന് പോയിട്ട് ബെസ്റ്റ് ഫിലിം ക്രൈറ്റീരിയയിൽ നോമിനിയായി വന്നാൽ പോലും 50% അതിലധികമോ വോട്ട് ആടുജീവിതത്തിന് കിട്ടിയാൽ മാത്രമേ ബെസ്റ്റ് ഫിലിമായിട്ട് ആടുജീവിതം പരിഗണിക്കുകയുള്ളൂ. 49% വന്നാൽ പോലും അവർ ബെസ്റ്റ് ഫിലിമായിട്ട് അത് പരിഗണിക്കില്ല, മറിച്ച് അവർ ഒന്നുകൂടെ വോട്ട് ചെയ്യുകയും അത് 50% മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റം. ഇനി 50% വോട്ടിംഗ് വന്നില്ലെങ്കിൽ പോലും അവർ ഒന്നുകൂടെ റീവോട്ട് ചെയ്യും. വന്നിരിക്കുന്ന 4 or 5 ആ മൂവീസ് ഉണ്ടല്ലോ, ആ മൂവീസിനെ അവർ ഒന്നുകൂടെ വോട്ടിങ്ങിനിട്ട് ആ ഒരു ഏതെങ്കിലും ഒരു മൂവിക്ക് 50% ആവുന്നത് വരെ ആ ഒരു വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യും. ഇത്തരത്തിൽ 3, 4, 5 ടൈം വോട്ടിംഗ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു വോട്ടിങ്ങിൽ ടൈം എന്നു വെച്ചോ. അതായത് നമ്മൾ നോമിനീസ് ആയിട്ട് 4 or 5 മൂവീസ് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു 2 മൂവീസിന് 50% വന്നാൽ ആ ഒരു അവാർഡ് അവർ ഈക്വലി ഷെയർ ചെയ്യും. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഡയറക്ടർ എന്നിവ ഉൾപ്പെടുന്ന 23ഓളം വിഭാഗങ്ങളിൽ അതത് മേഖലകളിലെ പാനൽ മെമ്പേഴ്സാണ് വോട്ട് ചെയ്യുന്നത്. അതായത് ബെസ്റ്റ് ഡയറക്ടറിനുള്ള വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ ഡയറക്ടർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഡയറക്ടർ ലിസ്റ്റിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഡയറക്ടർ പൊസിഷനിലോട്ട് വോട്ട് ചെയ്യാൻ പറ്റൂ. ഞാനൊരു ആക്ടർ ആണെന്ന് വെച്ചോ. ഞാൻ ആക്ടർ ആയിരിക്കുന്ന മെമ്പേഴ്സിലെ അംഗങ്ങൾക്ക് മാത്രമേ ആക്ടർ പൊസിഷനിലോട്ട് വോട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ബാക്കി വരുന്ന 23 കാറ്റഗറീസിനും ഇത്തരത്തിലാണ് വോട്ടിംഗ് സിസ്റ്റം വരുന്നത്. പക്ഷേ ബെസ്റ്റ് മൂവീസ് ഒരു കാറ്റഗറി വരുമ്പോൾ ഇതേ 17 മേഖലകളിലെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അതായത് 10,000ഓളം മെമ്പേഴ്സിന് ബെസ്റ്റ് മൂവീസിനും വോട്ട് ചെയ്യാം. പക്ഷെ എന്നിരുന്നാൽ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്ന അവാർഡുകൾക്ക് അതത് പാനൽ മെമ്പേഴ്സിന് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ വോട്ട് ആരാണ് കൗണ്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് വോട്ട് കൗണ്ട് ചെയ്യുന്നത്, അതിനെപ്പറ്റി പറഞ്ഞാലോ. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്നൊരു ഓർഗനൈസേഷനാണ് ഈ വോട്ടിംഗ് കൗണ്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളവർ. അവർ ആ വോട്ടിംഗ് കൗണ്ട് ചെയ്താൽ പോലും ആ ഒരു കമ്പനിയിലെ ഏറ്റവും നിയന്ത്രിക്കുന്ന 2 പേർക്ക് മാത്രമേ ആരാണ് അത് വിജയിച്ചത് എന്ന് അറിയാനും സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ആ ഒരു വോട്ടിംഗ് സിസ്റ്റം അവർ നിയന്ത്രിക്കുന്നത്. അത് മാത്രമല്ല കുറച്ച് മീഡിയാസിന് അവർ തലേ ദിവസം തന്നെ ആ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ആടുജീവിതമായിട്ട് ഇത് റിലേറ്റ് ചെയ്താലോ. എല്ലാവരും പറയുന്നുണ്ട് ഓസ്കാറിലേക്ക് നോമിനേഷൻ ചെയ്യുവാണെങ്കിൽ ആടുജീവിതത്തിന് അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര സിനിമേഴ്സിനാണ് നോമിനേഷൻ പോയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് അത്തരത്തിലൊരു പ്രൊമോഷൻ്റെ ആവശ്യമാണ്. നമ്മുടെ മോളിവുഡിനെ അപേക്ഷിച്ച് മോളിവുഡ് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. റീസെൻറ്റ് ടൈമായിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് 100 കോടിയോളമൊക്കെ അടുക്കുന്നത്. അതുവരെ നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഇൻഡസ്ട്രി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഈവൻ നമ്മുടെ കണ്ടന്റ് എത്ര നന്നായാൽ പോലും നമുക്ക് തന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു മൂവി ഓസ്കാറിലേക്ക് പോകുമ്പോൾ അതിന് എത്രത്തോളം ചിലവുണ്ടെന്നും കൂടെ നമ്മൾ ഓർക്കണം. ഏകദേശം 60 കോടിയോളം രൂപയാണ് RRR മൂവി അതിൻ്റെ ഓസ്കാർ നോമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തത്. 60 കോടിയോളം രൂപ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് എത്രത്തോളം വലിയൊരു തുകയാണെന്ന് നമുക്കറിയാം. അവതാർ പോലെയുള്ള സിനിമകൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏകദേശം 1000 കോടി രൂപയോളമാണ് ചെലവഴിച്ചത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം തന്നെ നമ്മൾ നോക്കണം. ഓസ്കാറിലേക്ക് അയക്കുന്ന ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു തുക സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. സ്റ്റിൽ നമുക്കിപ്പോഴൊരു ഹോപ്പ് ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ടാണ് ആടുജീവിതം ഇപ്പോൾ പറയപ്പെടുന്നത്. പ്രധാനമായും ഓസ്കാർ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഓസ്കാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് മൂവീസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളൊരു സംസാരം നമുക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ ഹോളിവുഡ് മൂവീസ് അല്ലാണ്ട് തന്നെ മറ്റ് പല മൂവീസ്, എക്സാമ്പിൾ കൊറിയൻ മൂവി ആയിട്ടുള്ള പാരസൈറ്റ് ആണെങ്കിൽ പോലും ബെസ്റ്റ് മൂവിക്കുള്ള നോമിനേഷൻ കിട്ടി വിജയിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു നാണയം നോക്കുമ്പോൾ അതിന് ഇരുവശവും നോക്കണമല്ലോ. അത്തരത്തിലൊരു വലിയൊരു തുക പ്രൊമോഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു നഷ്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാം. അതാണ് ഓസ്കാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓസ്കാറിന് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മൂവീസിന് അല്ലെങ്കിൽ ബാക്കി മൂവീസിന് ചെറിയൊരു പിൻവലിവ് വരുന്നത്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള മൂവീസ് നമ്മൾ കണ്ട് അത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു നല്ലൊരു വരുമാനം കിട്ടുകയും ആ ഒരു വരുമാനം വെച്ച് അവർക്ക് ഓസ്കാറിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഒരു സ്റ്റേജ്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവർക്ക് അയക്കാനും സാധിക്കും. ഇതിനി ആടുജീവിതം മൂവിയായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. അപ്പം ഇത്തരത്തിൽ ആടുജീവിതം മൂവി ഓസ്കാറിലേക്ക് അയക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും
അതുപോലെ തന്നെ സാധ്യതകളും ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. ഏകദേശം എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷനും ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്നാൽ ഓസ്കാറിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഇൻഫോർമേഷൻസും താഴെ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയൊരു സഹായമാവും. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.